പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. എല്ലാ ദുരന്തങ്ങളും കാലം അതിൻ്റെ വിസ്മൃതിയിലാക്കും. എന്നാൽ അത് ഡയറക്റ്റായിട്ട് അനുഭവിച്ചവർക്ക് മാത്രം ചിലപ്പോഴെങ്കിലും അതിൻ്റെ ദുരന്ത അനുഭവങ്ങൾ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പല്ലവിയാണ് ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത് എന്ന്. എന്നാൽ അത് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നിർഭാഗ്യവശാൽ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് 2020 ഓഗസ്റ്റിൽ നടന്ന ഒരു ഗ്രൗണ്ട് ഇൻസിഡൻറ്റിനെ പറ്റിയാണ്. വിമാനം റൺവേ ഓവർറൺ ചെയ്ത് ഏതാണ്ട് 21 ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെടുകയുണ്ടായി. എന്താണെന്ന് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. ഓഗസ്റ്റ് 7 നമുക്കെല്ലാം അറിയാം, കർക്കിടക മാസം. മഴ വളരെയധികമുള്ള സമയം. ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വന്ന വിമാനം റൺവേയിൽ ഇറങ്ങാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതാണ്ട് 2000 മീറ്റർ വിസിബിലിറ്റി ഉണ്ടായിരുന്നു. ക്ലൗഡ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 1200 അടി ഉയരത്തിലും 300 അടി ഉയരത്തിലും 2 പാച്ച് ഉണ്ടായിരുന്നു. എന്നാൽ വിമാനം ഇറങ്ങുന്നതിന് സുരക്ഷിതമായ ഒരു കാലാവസ്ഥ ആയിരുന്നില്ല കോഴിക്കോട്ടുണ്ടായിരുന്നത്. കാരണം മഴയുണ്ടായിരുന്നു, റൺവേ വെറ്റായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടും പൈലറ്റ് അപ്രോച്ച് ചെയ്യാൻ തീരുമാനിക്കുകയുണ്ടായി. സാധാരണഗതിയിൽ അറിയപ്പെടുന്നത് ഒരു ടിയർ ഡ്രോപ്പ് അപ്രോച്ച് എന്നാണ്. അതായത് ആ വിമാനത്തിൻ്റെ ഗതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാത്ത് ഏതാണ്ട് ഒരു കണ്ണുനീരിൻ്റെ ആകൃതിയിലിരിക്കും. അതുകൊണ്ടാണ് ടിയർ ഡ്രോപ്പ് അപ്രോച്ച് എന്ന് അറിയപ്പെടുന്നത്. വിമാനം ഒരു ടിയർ ഡ്രോപ്പ് അപ്രോച്ച് കൊണ്ട് 28 റൺവേയിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ വിമാനം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഗതിയിലല്ലാതിരുന്നത് കൊണ്ട് അതിനെ അൺസ്റ്റെബിലൈസ്ഡ് അപ്രോച്ച് എന്നാണ് അറിയപ്പെടുന്നത്. പൈലറ്റ് ഫ്ലൈയിങ് എന്ന് പറയുന്നത് ക്യാപ്റ്റനായിരുന്നു. ടേബിൾ ടോപ്പ് റൺവേയിൽ കമാൻഡേഴ്സിന് മാത്രമേ പറക്കാൻ ലാൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പൈലറ്റ് മോണിറ്ററിങ് ഫസ്റ്റ് ഓഫീസറായിരുന്നു. പൈലറ്റ് മോണിറ്ററിങ് കോൾ ഔട്ട് ചെയ്തു അൺസ്റ്റെബിലൈസ്ഡ് അപ്രോച്ച്. പൈലറ്റ് കമാൻഡർക്കും കൺവിൻസായി ആ ഫസ്റ്റ് അപ്രോച്ച് ഗോ അറൗണ്ടായി. പൈലറ്റ് ലാൻഡ് ചെയ്തില്ല. എന്നാൽ റൺവേയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നും അടുത്ത ടിയർ ഡ്രോപ്പ് അപ്രോച്ചുമായിട്ട് പൈലറ്റ് വരികയും വീണ്ടും അൺസ്റ്റെബിലൈസ്ഡ് അപ്രോച്ച് ആയിരിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രാവശ്യം ഫസ്റ്റ് ഓഫീസർ, അതായത് പൈലറ്റ് മോണിറ്ററിങ് പൈലറ്റ് ഫ്ലൈയിങ്ങിനോട് അറിയിക്കുകയുണ്ടായി അൺസ്റ്റെബിലൈസ്ഡ് അപ്രോച്ച് ഗോ അറൗണ്ട്. പക്ഷേ പൈലറ്റ് മോണിറ്ററിങ്ങിൻ്റെ ആ അഡ്വൈസ് പൈലറ്റ് ഫ്ലൈയിങ് അനുസരിക്കുകയുണ്ടായില്ല. കാരണം അവരുടെ കമാൻഡറും ഫസ്റ്റ് ഓഫീസറുമായിട്ടുള്ളൊരു സ്റ്റീപ്പായിട്ടുള്ളൊരു അതോറിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈലറ്റ് മോണിറ്ററിങ്ങിൻ്റെ അഡ്വൈസ് പൈലറ്റ് ഫ്ലൈയിങ് അനുസരിക്കുകയുണ്ടായില്ല. പൈലറ്റ് ആ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യുകയും റൺവേയിൽ വന്ന് ലാൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. നമുക്കറിയാം, കോഴിക്കോട്ടെ റൺവേ എന്ന് പറയുന്നത് ടേബിൾ ടോപ്പാണ്. 2850 മീറ്ററാണ് റൺവേയുടെ ലെങ്ത്. പക്ഷേ പൈലറ്റ് ടച്ച് ഡൗൺ ഏരിയയിൽ വന്ന് ടച്ച് ഡൗൺ ചെയ്യാൻ സാധിക്കാതെ ഏതാണ്ട് 900 മീറ്റർ മുമ്പോട്ട് വന്നിട്ട് ശേഷമാണ് റൺവേയിൽ ടച്ച് ഡൗൺ ചെയ്തത്. അതിനുശേഷം റൺവേ വെറ്റായിരുന്നതുകൊണ്ടും കാലാവസ്ഥ അനുകൂലമല്ലാതിരുന്നതുകൊണ്ടും ബ്രേക്കിംഗ് എഫിഷ്യൻസി തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട്. വിമാനം റൺവേയിൽ നിന്നില്ല. റൺവേയുടെ എൻഡ് സേഫ്റ്റി ഏരിയ എന്ന് പറയുന്നത് 90 മീറ്റർ മാത്രമായിരുന്നു കോഴിക്കോട്ടെ ഡിസ്റ്റൻസ്. അതും ഓവർറൺ ചെയ്ത് 111 അടി താഴെയുള്ള ഒരു ഗർത്തത്തിലേക്ക് വിമാനം പതിക്കുകയും വിമാനത്തിൻ്റെ ഫ്യൂസലേജ് 2 ഭാഗങ്ങളായിട്ട് മുറിഞ്ഞ് 21 ആളുകൾക്ക് ദൗർഭാഗ്യകരമായ ഒരു അവസാനം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതൊരു പക്ഷേ അവോയ്ഡ് ചെയ്യാമായിരുന്നതല്ലേ? അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഈ പൈലറ്റിനെ അങ്ങനെ ഒരു ലാൻഡിങ്ങിന് വേണ്ടിയിട്ടും കാരണം എന്ന് നമുക്ക് നോക്കാം. ഈ വിമാനം കോഴിക്കോട്ട് നിന്നും ദുബായിലേക്ക് ഈ സെയിം ക്രൂവും, അതായത് ക്യാബിൻ ക്രൂവും ഫ്ലൈയിങ് ക്രൂവും അതേ ക്രൂ തന്നെയാണ് കൊണ്ടുപോയത്. ഏതാണ്ട് 4-4.5 മണിക്കൂർ അവർ വിമാനം പറപ്പിച്ച് ദുബായിലെത്തിയിട്ട് അവിടുന്ന് പാസഞ്ചേഴ്സിനെ പിക്കപ്പ് ചെയ്തിട്ട് തിരിച്ച് കോഴിക്കോട്ടേക്ക് വരികയാണ്. അതിന് ആവിയേഷൻ പാർലറിൽ അറിയപ്പെടുന്നത് ക്വിക്ക് ടേൺ അറൗണ്ട് ആണ്. അവരുടെ QTA ചെയ്ത്
എയർക്രാഫ്റ്റ് അതേ വിമാനം കൊണ്ട് അടുത്ത 4-4.5 മണിക്കൂർ പറപ്പിച്ച് കോഴിക്കോട്ടേക്ക് വരികയുണ്ടായി. പൈലറ്റിന് പല രീതിയിലുള്ള പ്രഷർ അന്നുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ക്രൂ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യപ്പെട്ടിട്ടില്ല. മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഫൈനൽ റിപ്പോർട്ടിലുള്ള 43 കാര്യങ്ങളിൽ ചിലതെങ്കിലും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ഈ ക്രൂ ഒരു ക്വിക്ക് ടേൺ അറൗണ്ട് ചെയ്ത് ദുബൈയിൽ നിന്നും തിരിച്ചു വന്ന പൈലറ്റാണ്. അപ്പോൾ ഒരു ലോങ് ഫ്ലൈറ്റ്സിന് ശേഷമാണ് കാലിക്കട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്നത്. സെയിം പൈലറ്റിന് തന്നെ അടുത്ത ദിവസം കോഴിക്കോട്ട് നിന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട്ട് വേറെ ഒരു റീപ്ലേസ്മെൻറ്റ് പൈലറ്റ് കമാൻഡർ ഇല്ലായിരുന്നതാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ പൈലറ്റ് അൺപ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡയബറ്റിക്സിനുള്ള മെഡിസിൻസ് കഴിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മൈൽഡായിട്ടുള്ള ഒരു ഹൈപ്പോഗ്ലൈക്കോമിയ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതായത് പൈലറ്റിൻ്റെ ബ്ലഡ് ഷുഗർ സാധാരണ രീതിയിലും കുറവായിരുന്നു. ഇത് ശരിക്കും ഒരു മെഡിക്കലി അൺഫിറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അത് പൈലറ്റ് അറിയിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പിന്നെ കോക്പിറ്റിലുള്ള സ്റ്റീപ്പ് അതോറിറ്റി ഗ്രേഡിയൻറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചു. പൈലറ്റ് മോണിറ്ററിങ് അനൗൺസ് ചെയ്തതാണ് ഗോ അറൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ക്യാപ്റ്റൻ്റെ സീനിയോറിറ്റി വെച്ച് ക്യാപ്റ്റൻ പൈലറ്റ് മോണിറ്ററിങ്ങിൻ്റെ അഡ്വൈസ് സ്വീകരിക്കുകയുണ്ടായില്ല. അതുപോലെ തന്നെ ഇവരുടെ പൈലറ്റിൻ്റെ ട്രെയിനിങ് ചെയ്യുന്ന സിമുലേറ്റേഴ്സ് ഒരു സ്റ്റാൻഡേർഡ് കുറവായിരുന്നു. പല സിമുലേറ്റേഴ്സിനും പല ചെറിയ ഡിഫക്ട്സ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പൈലറ്റ് ട്രെയിനിങ്ങിൽ മാനേജ്മെൻറ്റ് സൂപ്പർവിഷൻ കുറവായിരുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള ഒബ്സർവേഷൻസും എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ഫൈനൽ റിപ്പോർട്ടുണ്ടായിരുന്നു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുപോലെയുള്ള സിമിലർ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് 2010 മാംഗ്ലൂരെ ക്രാഷിന് ശേഷം എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട എയർലൈൻസോ അതുപോലെ തന്നെ സൂപ്പർവൈസ് ചെയ്യേണ്ട റെഗുലേറ്റേഴ്സോ അവരുടെ ജോലി കൃത്യമായിട്ട് നടപ്പാക്കിയില്ല എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇനിയെങ്കിലും ഭാവിയിൽ സാധാരണ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എയർലൈൻസ് ഓപ്പറേറ്റേഴ്സും അതുപോലെ തന്നെ റെഗുലേറ്റേഴ്സും അവരുടെ കടമകൾ കൃത്യമായി നിർവഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് കാണുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവർക്കും നന്ദി, നമസ്കാരം. സീസണുകൾക്കനുസരിച്ച് വിമാനയാത്രാ ടിക്കറ്റിൻ്റെ വില എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രത്യേകിച്ചും തിരക്കുള്ള സമയങ്ങളിൽ, അഥവാ ഉദാഹരണത്തിന് ഓണക്കാലത്ത് ഇത് വളരെയധികം വർദ്ധിക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിക്കുന്നത്? 737-800 വിമാനം ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഉദ്ദേശം 8.5 ലക്ഷം രൂപയോളം ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാവും. നമ്മളിപ്പോൾ ഒരു ദുബായ് ഫ്ലൈറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ്ട് 8.5 മണിക്കൂർ സമയമെടുക്കും. ഏതാണ്ട് 68 ലക്ഷത്തിന് രൂപയിൽ കൂടുതൽ എയർലൈൻസിന് ആ ഓപ്പറേഷന് ചിലവാകുന്നുണ്ട്.